എല്ലാവർക്കും നമസ്കാരം. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് CTMA ഒരുക്കുന്ന നാടക വിരുന്നിൽ ഞങ്ങൾക്കും ഒരിടം തന്നതിൽ നന്ദി അറിയിക്കുന്നു. ICF കൈരളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു പൂവൻ പഴം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പൂവൻ പഴം എന്ന കഥയുടെ നാടകാവിഷ്കാരം. വേദിയിൽ രചിത മാധവൻ, സംഗീത നിയന്ത്രണം അമിത് അജിത്, ദൈവനിയന്ത്രണം, പുനരാഖ്യാനം, സംവിധാനം അജിത് കല്ലൻ. പൂവൻ പഴം നാടകം ആരംഭിക്കുന്നു. നല്ല മഴക്കോറുണ്ടല്ലോ, മഴ പെയ്യുന്ന തോന്നണേ. മൂപ്പറോട് പോകുമ്പോ ഒരെടുത്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞതാ, കേട്ടില്ല. ഇപ്പൊ മഴ നനഞ്ഞു പാരട്ടെ, അനപ്പം തന്നെ ചെയ്യാം. ഈ മൂപ്പര എന്ന് പറഞ്ഞ ആരാ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാ. ഞാനെന്താ ജമീലാബിയുടെ ഭർത്താവായ അബ്ദുൽ ഖാദർ സാർ. ഇപ്പൊ കൂടി കിട്ടിയ നിങ്ങൾക്ക് കൂടി കിട്ടിയില്ലേ? 4th ഫോറം മുതൽ ഫൈനൽ വരെ ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചത്. പ്രേമവിവാഹമായിരുന്നു. തരൂല, ഞാൻ സാധാരണ നല്ല രസം. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ സന്ധ്യക്ക് മൂപ്പര് ഒരു തോർത്ത് മാത്രം എടുത്ത് പോണേല് കുളിക്കാൻ പോകുമ്പോ ഞാൻ വിളിച്ച്. അപ്പൊ മൂപ്പര് എന്നോട് ചോദിക്ക, ഇതെന്താ ജമീല, കുളിക്കാൻ പോകുമ്പോ ഷർട്ടിട്ടോണ്ട് പോവാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നിങ്ങള് കേൾക്കൂലേ എന്ന് ചോദിച്ചപ്പോ മൂപ്പർക്കത് കൊണ്ട് മൂപ്പര് പോയി ഷർട്ട് എടുത്തിട്ടോണ്ട് ഞാൻ അത് ഇടിച്ചു കൊടുക്കുന്നതിനിടയില് വേഗം വന്നേക്കണേ, ഞാനിവിടെ ഒറ്റയ്ക്കാ. ശരി ജമീലാന്ന് പറഞ്ഞ് മൂപ്പര് തിരിഞ്ഞു നടക്കുമ്പോ വീണ്ടും വിളിച്ചു. അരിവെപ്പക്കാരിയുടെ പ്രശ്നാണോ? പിന്നെ ഞാൻ BA വരെ പഠിച്ച് പാസ്സായത് അടുക്കളയിൽ അരി വെക്കാനല്ലേ. നടന്നത് തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്റെ പൊന്നു മഹാറാണി, എന്റെ കരളേ, ഇന്നത്തേക്ക് കൂടി മാത്രം ഒന്ന് അടുക്കള കയറിയെന്ന് പറഞ്ഞു. ഈ വിളിച്ചേന്ന് ചോദിച്ചു. നിങ്ങള് കുളി കഴിഞ്ഞു. എനിക്കെന്താ പൂവമ്പഴം, എനിക്കെന്താ അറിയില്ല. പൂവമ്പഴത്തിനാണ് അല്ല, നിങ്ങൾക്കും അങ്ങനെ വീട്ടില് വെറുതെ ഇങ്ങനെ കുത്തിരിക്കുമ്പോ എന്തായാലും തിന്നാൻ തോന്നിയില്ലേ? തോന്നൂലേ? അതന്നെ എനിക്കും തോന്നിയത്. പൂവമ്പഴന്ന് കേട്ടപ്പോ മൂപ്പര് ആശ്വസിച്ചിണ്ടാവും. ഞാൻ വല്ല പട്ടോ കോട്ടോ വിമാനോ അതെനിക്ക് കാട്ടില് പെറ്റെടുക്കണ സിംഹത്തിന്റെ 2 മീസിയോ ഇതൊന്നല്ലല്ലോ. 2 പൂവമ്പഴം. കോളി കഴിഞ്ഞ് വരുമ്പോ പോയക്കരയല്ല പീടിയെന്ന് വാങ്ങിട്ട് വരാ. ആടെ ഇല്ലാന്നുണ്ടെങ്കിൽ കറുത്ത് വഞ്ചി കയറി പോയി വാങ്ങിട്ട് വരാന്നും പറഞ്ഞ് മൂപ്പര് പോയക്കരയിലേക്ക് പോയി. പോയേലാണെങ്കിൽ നല്ല ഓയക്ക്. മൂപ്പരൊന്ന് കുളിച്ച് മേലൊക്കെ ഒന്ന് തോർത്തി പോയക്കടയിലെ പീടികയില് പോയിപ്പോ അവിടെ പടറ്റിണ്ട്, കണ്ണപ്പനുണ്ട്, പാളയംകോടുണ്ട്. പൂവമ്പഴല്ലെങ്കിൽ മൂപ്പർക്ക് ഇങ്ങോട്ട് വന്നൂടെ? വന്നില്ല.
പറയാന് മൂപ്പർക്ക് എന്നോടല്ലേ ഇഷ്ടപ്പെട്ടേക്ക് വന്നത്. അല്ല, മോളങ്ങടെ കെട്ടിയനോട് എന്തെങ്കിലും വാങ്ങിട്ട് വരാൻ പറഞ്ഞ ഒരേടെന്തെങ്കിലും വാങ്ങിട്ട് വരൂലേ? വരൂലേ? ആ, അതെന്നെ എന്റെ കെട്ടിയനും നിരീച്ച മൂപ്പര് വാങ്ങാനായി കറുത്ത് വലിച്ചു കയറി. പൊടിയിലെത്തിപ്പോ എന്തെന്നാ കാറ്റി, നല്ല ഇരുട്ടും. ഒരു കണക്കിന് വഞ്ചിക്കാരക്കരെത്തിച്ചു. അന്നേരം നല്ല മഴ എന്ന് പറഞ്ഞ ഗംഭീര മഴ. ഒരു കണക്കിന് മൂപ്പര ഒയൊക്കെ കഴിന്ന് എത്തി. അന്നേരം മൂപ്പര ആടുകളെല്ലാ കടയിലും തേടി ഏടിയും പോവാൻ പണം കിട്ടിയില്ല. നേരം പോയത് മൂപ്പര അറിഞ്ഞില്ല. ഒടുവില് പൂവമ്പഴത്തിന് പകരം കുറച്ച് മധുരനാരങ്ങ വാങ്ങി പോയവക്കത്ത് വന്ന് പേടേ ഓ സ്ഥലം വിട്ടേക്കണ്. എന്തെന്നാ ചെയ്യാ? മൂപ്പര് വേഗം നാരങ്ങില്ല തോർത്തില് കെട്ടി അതെല്ലാം തലയിൽ വെച്ച് അതിന്റെ ഒരു തുമ്പ് താടിക്ക് കെട്ടി മുണ്ടോ ഷർട്ടും എല്ലാം അപ്പാടെ തലക്ക് കെട്ടി പുഴയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. അല്ലാതെ വേറെ വഴിയില്ലല്ലോ, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോ മൂപ്പരുടെ അപ്പാടെ കുഴഞ്ഞിന്. പോയലാണെങ്കില നല്ല ഒഴുക്കും. ഇതിനിടയിൽ മൂപ്പരുടെ മുണ്ടും ഷർട്ടും എല്ലാം നഷ്ടപ്പെട്ടു. തോർത്ത് നാരങ്ങി തലയിലായതുകൊണ്ട് അത് നഷ്ടപ്പെട്ടില്ല. ഒരു കണക്കിന് മൂപ്പര് കര പിടിച്ച് കര കയറി നടന്നു. പിറന്ന പണിയ നടക്കണ വീടെത്തി വരാന്തേല് കയറി തോർത്തെടുത്തു. ഞാൻ അന്നേരം മൂപ്പരെ കാണാഞ്ഞിട്ട് ആകെ ബേജാറായി. അല്ല, നിങ്ങളൊന്നര വീട്ടില് തനിയേ അങ്ങനെ കുത്തിരിക്കുമ്പോ ബേജാറാവില്ലേ? വല്ല കള്ളന്മാരുടെ വന്ന് എന്തെന്നാ ചെയ്യാ? ഞാൻ അന്നേരം മൂപ്പരെ കാണാഞ്ഞിട്ട് ചോറും കറി എടുത്ത് മേശമേല് വെച്ച് ഒരു മേശ വലിച്ചിട്ട് വാതിലോട് ചേർത്ത് വെച്ച് കുട്ടിയിട്ട് ഒരു തലയാണി വെച്ച് കയ്യിലൊരു വാക്ക തിരിച്ചു ഞാൻ ഒന്ന് അങ്ങോട്ട് മായി. അന്നേരം മൂപ്പര് വന്ന് ജനലിൽ കൂടെ ആത്തേക്ക് നോക്കിക്കൊണ്ട് അടുക്കള വാതിലൂടെ വെളിച്ചം വരുന്നു. മൂപ്പര് വരാൻ വൈകിയപ്പോഴേ ഞാൻ പേടിച്ച അടുക്കള വാല അടയ്ക്കാൻ മറന്ന്. ഒരു കണക്കിന് മൂപ്പര് അകത്ത് കയറി ഡ്രസ്സൊക്കെ മാറി കൊണ്ടുവന്ന ഓറഞ്ച് അങ്ങോട്ട് മേശപ്പുറത്ത് വെച്ച് എന്നിട്ട് മഹാറാണിന്ന് വിളിച്ചു. ഞാനാണെങ്കിൽ പേടിച്ച് കയ്യില് വാക്കത്തിയായി കണ്ണു തുറന്നു. അയ്യോ, ഞാൻ കള്ളനല്ല, ഞാൻ സാക്ഷാൽ അബ്ദുൽ ഖാദറാണെന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു. എന്നിട്ട് കൊണ്ടുവന്ന ഓറഞ്ച് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചിട്ട് പറഞ്ഞു, പൂവമ്പഴം കിട്ടിയില്ല, അതുകൊണ്ട് കുറച്ച് ഓറഞ്ച് വാങ്ങി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനതൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല. ആ നേരത്തെ എനിക്ക് ദേഷ്യാണോ സങ്കടാണോ എന്നൊന്നും അറിയില്ല. ഞാനൊന്നും മിണ്ടിയില്ല. രണ്ടുപേര് കൈ കഴുകി ഊണ് കഴിച്ച് ഉറങ്ങാൻ പോകുമ്പോ ഓറഞ്ച് തിന്നിട്ട് ഉറങ്ങിയാ മതിയെന്നും ഞാൻ മലവെള്ളം നീന്തി കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് എന്നെ ചുള്ളിക്കമ്പെടുത്തും വാക്കത്തി കാണിച്ചും ഭീഷണിപ്പെടുത്തി ഓറഞ്ച് തീറ്റിച്ചു. പിന്നെ അങ്ങോട്ട് ചോദ്യങ്ങളായിരുന്നു. ഞാൻ നിന്റെ ആരാ? അപ്പൊ ഞാൻ പറഞ്ഞു, ആവോ. കയ്യിലിരിക്കുന്നത് കണ്ടോ വാക്കത്തി? പറ, ഞാൻ നിന്റെ ആരാ? പേടിച്ചിട്ട് പറഞ്ഞു, ഭർത്താവ്. നീ തിന്നുന്നത് എന്താ? ഓറഞ്ച്. കയ്യിലിരിക്കണത് കണ്ട വാക്കത്തി? പറ, നീ എന്താ തിന്നുന്നേ?
പൂവമ്പഴം. അത് കേട്ടത് മൂപ്പര് വാക്കത്തിയും വടിയും താഴെയിട്ട് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എന്നിട്ട് എന്നോട് ചോദിക്ക, എന്റെ കരളിന് നൊന്തോ എന്ന്. ഞാനും ഒരു ദീർഘ നിശ്വാസത്തോടെ പറഞ്ഞു, ഇല്ല എന്ന്. ഇതാണ് ഇന്നലെ നടന്ന കഥ. അങ്ങനെ ആ രാത്രി കഴിഞ്ഞു. പകൽ വന്നു. ദിവസങ്ങൾ വർഷങ്ങളായി. പുഴയിൽ അനേക തവണ വെള്ളപ്പൊക്കമുണ്ടായി. ജമീല ബീവി 9 തവണ പെറ്റു. ലോകത്തിൽ മനുഷ്യ സമുദായം പുരോഗമിച്ചു. അബ്ദുൽ ഖാദർ സാഹിബിനും ജമീല ബീവിക്കും വയസ്സായി. പല്ലൊക്കെ പോയി. രണ്ടുപേരും പടുകിഴവനും കിഴവിയുമായി. മക്കളും മക്കളുടെ മക്കളുമായി. അപ്പോഴും അബ്ദുൽ ഖാദർ സാഹിബ് ചിരിച്ചുകൊണ്ട് ജമീല ബീവിയോട് ചോദിക്കും, മഹാറാണി, പണ്ട് നീ പൂവമ്പഴം വേണമെന്ന് പറഞ്ഞപ്പോൾ രാത്രി പുഴ നീന്തി ഞാൻ കൊണ്ടുവന്നത് എന്താണ്? ജമീല ബീവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പൂവൻ പഴം. മൂപ്പർ വീണ്ടും ചോദിക്കും, അതെങ്ങനെ ഉണ്ടായിരുന്നു? മൂപ്പത്തി പറയും, ഓറഞ്ച് പോലെ ഉരുണ്ട്. മൂപ്പര് ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിക്കും, എന്താ കൊണ്ടുവന്നത്? മൂപ്പത്തി പറയും, പൂവൻ പഴം, പൂവൻ പഴം. നാടകം ഇവിടെ അവസാനിക്കുന്നു.